യുവാക്കളിൽ ലഹരി മരുന്ന് ഉപയോഗം പടർന്നു പിടിക്കുകയാണ്. അതിന് തടയിടാൻ പലരും പല വഴികളും നോക്കുകയാണ്. ലഹരിക്കെതിരെ എന്നാൽ ഇതാ പിന്നിലേക്ക് നടന്ന അത്യപൂർവമായ സാഹസികതയുമായി ഒരു ചെറുപ്പക്കാരൻ. മുന്നോട്ടാണ് ലഹരിയുടെ കുത്തൊഴുക്ക്. ഓപ്പറേഷൻ തൂഫാനൊക്കെ വന്നിട്ടും പിടികൂടുന്നവയുടെ ഇരട്ടിയിലധികം യുവാക്കളുടെ കൈകളിലെത്തുകയാണ്. എന്നാൽ ഇതിനെയൊന്ന് പിടിച്ചുകെട്ടാൻ ബോധവൽക്കരണം നടത്തിയാലോ? ആ ആലോചനയിലാണ് ലഹരിയെ പിന്നോട്ട് നടത്തിക്കാനായി അനീഷ് കുമാർ സ്വയം പിന്നിലേക്ക് നടക്കുന്നത്. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് കിലോമീറ്ററാണ് ലഹരിക്കെതിരായ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് അനീഷ് കുമാർ എന്ന ഈ മലമ്പുഴ കടുക്കാംകുന്നുകാരൻ നടത്തം തുടങ്ങിയിരിക്കുന്നത്. പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിൽ വിക്ടോറിയ കോളേജിന് സമീപത്തുനിന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ് അനീഷ് പിൻനടത്തത്തിന് തുടക്കം കുറിച്ചത്. സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര കാണാനെത്തി. ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രഗ് ഫ്രീ ഇന്ത്യ എന്ന നോ ഡ്രഗ് ഇന്ത്യ റെവല്യൂഷൻ എന്നാണ് നമ്മുടെ പ്ലാൻ തന്നെയാണ്. ഇതിൽ യുണീക്കായിട്ടിരിക്കണം പറഞ്ഞിട്ടാണ് ബാക്ക്വേർഡ് ചൂസ് ചെയ്തത്. ഇത് ഓൾമോസ്റ്റ് ഞാൻ 5 ഇയേഴ്സായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇന്ത്യ ഫുള്ളായി ഡ്രഗ് സ്റ്റോപ്പ് ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ നമ്മൾ പാലക്കാട് ടു ജമ്മു കാശ്മീരാണ്. ഒരു ദിവസം 40 കിലോമീറ്റർ കവർ ചെയ്ത് അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും. നോ ഡ്രഗ് ഇന്ത്യ റെവല്യൂഷൻ. ജമ്മു കാശ്മീർ വരെയാണ് അനീഷ് കുമാറിന്റെ പിന്നടത്തം. ദിവസം 40 കിലോമീറ്റർ നടക്കുമെന്ന് അനീഷ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.